തൃശ്ശൂർ മുൻപ് ഒരിക്കലും കാണാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കാരണം ഇത്രയും ചെറിയൊരു മഴയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒറ്റ ദിവസത്തെ മഴയ്ക്ക് ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം? കഴിഞ്ഞ 2-3 ദിവസം തൊട്ട് കണ്ടിന്യൂസ് മഴയാണ്. കാരണം ലോ പ്രഷർ സോൺ ഫോം ആയിട്ടുണ്ട്. നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ 7 വീടുകളാണ് ഇപ്പോൾ വരെ നമുക്ക് പാർഷ്യലായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അത് ചില പഞ്ചായത്തുകളിലാണ്. കൂടാതെ ഇന്നലെ നമ്മുടെ ശ്രദ്ധയിൽ വന്നത് കോർപ്പറേഷൻ ഏരിയയിൽ ചില വാർഡുകളിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങുകളിലും ഒരു ഹോസ്പിറ്റലും വെള്ളം കയറിയിട്ടുണ്ട്. ഈ കോർപ്പറേഷൻ ഏരിയയിൻ്റെ സംബന്ധിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇന്ന് 11:30 മണിക്ക് ഞാൻ DDMA അടിയന്തര യോഗം ഞാൻ വിളിച്ചിട്ടുണ്ട്. അതുക്ക് വേണ്ടി കോർപ്പറേഷൻ സെക്രട്ടറിനും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ഭാരവാഹികളെല്ലാവരും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഈ നഗരത്തിൽ ഒരിടത്തും കാനകൾ കൃത്യമായി ഡ്രെയിനേജ് സംവിധാനമില്ല, അതായത് പോകുന്നില്ല. നല്ല ഡ്രെയിനേജ് സിസ്റ്റം ഉള്ള ഒരു സിറ്റിയാണ് തൃശ്ശൂർ, പക്ഷേ എല്ലാം ബ്ലോക്കാണ്. ഇത് മഴക്കാല പൂർവ്വ ശുചീകരണം ഒരിക്കലും കാര്യക്ഷമമായി നടന്നിട്ടില്ല. ഈ ജനപ്രതിനിധികൾ പറയുന്നത് പെരുമാറ്റച്ചട്ടം ഉള്ളത് കാരണമാണെന്നാണ്. അത് ഇപ്പോൾ 11:30 ഞാൻ അടിയന്തര യോഗം വിളിച്ചു. ഓക്കെ, ഇത് 3ാമത്തെ യോഗമാണ്. കോർപ്പറേഷൻക്ക് വേണ്ടി മാത്രമാണ് ഞാൻ യോഗം വിളിക്കുന്നത്. കോർപ്പറേഷൻക്ക് ജില്ലാ ഭരണകൂടം നിന്ന് എന്തൊക്കെ സപ്പോർട്ട് വേണമോ തീർച്ചയായിട്ടും ഞങ്ങൾ അവർക്ക് കൊടുക്കാൻ റെഡിയാണ്. വാട്ട് എവർ സപ്പോർട്ട് വി ഹാവ് ടു ഡു ഫോർ കോർപ്പറേഷൻ വി ആർ റെഡി ഫോർ ദം ആൻഡ് വി വിൽ ബി ഡിസ്കസിംഗ് ദോസ് തിങ്സ് അറ്റ് 11:30 മീറ്റിംഗ് ടുഡേ ഇറ്റ്സെൽഫ്. ഇത്തരത്തിലുള്ള സാഹചര്യം മുൻകൂട്ടി കാണുന്ന നമുക്ക് വീഴ്ച പറ്റുമോ? അത് 11:30 നമുക്കറിയാം. എല്ലാ റീസൺസ് ഡീറ്റെയിൽ ആയിട്ട് എവിടെയാണോ വാട്ടർ ലോഗിങ് ആയത്, അതിൻ്റെ കാരണങ്ങൾ എന്താണോ അതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയാണ്, അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് 11:30 യോഗം ഞാൻ വിളിച്ചത്. തീർച്ചയായിട്ടും ഹോസ്പിറ്റലും 2 അപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടർഗ്രൗണ്ടും 3 വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എല്ലാ ഇൻസിഡൻറ്റിൻ്റെ കാരണം ഞാൻ ചോദിക്കാൻ വേണ്ടിയാണ് കോർപ്പറേഷൻ സെക്രട്ടറിനും ഇന്ന് 11:30 ഞാൻ വിളിച്ചത്. നിലവിൽ ജില്ലാ ഭരണകൂടത്തിനായിരുന്നല്ലോ ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിനും മറ്റും എല്ലാം ആയതിന്. അപ്പോൾ അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീഴ്ച? ഇത് ഇങ്ങനെയാണ്. ഇറിഗേഷൻ്റെ കനാൽസും LSGDയും അവരുടെ പരിധിയിലുള്ള കനാൽസും ക്ലീൻ ചെയ്യുന്നതാണ്. ഓക്കെ, ജില്ലാ ഭരണകൂടമാണ് തീർച്ചയായിട്ടും മുനക്കൽ ബണ്ടിൻ്റെ റെഗുലേഷനും ഏനമാക്കലും അതെല്ലാം നോക്കുന്നത്. ഈ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? അത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അവരുടെ പരിധിയിലുള്ള ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് എന്താണ് ഇപ്പോൾ 11:30 വി ആർ ഗോയിങ് ടു ഹാവ് എ മീറ്റിംഗ് asking what is the real reason behind it. ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ രീതിയിൽ മഴ പെയ്തു എന്നുള്ളതാണ് പറയുന്നത്. എന്തെങ്കിലും അതിൻ്റെ കാരണം ലോ പ്രഷർ സോണാണ്. ഓക്കെ, കഴിഞ്ഞ 3 ദിവസം നല്ല മഴയാണ് ഉള്ളത്. പ്രതീക്ഷിക്കുന്ന കാലം കൂടുതൽ മഴയാണ് വന്നത്. അതിൻ്റെ കാരണം ലോ പ്രഷർ സോണാണ്. ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം വരെയും ആ മഴ ഉണ്ടാകുമെന്ന് പറയുന്നു. ഓക്കെ.